ഹായ് സുഹൃത്തുക്കൾ, അഫ്സൽ ബാബു ആണ്. PM ശ്രീയിൽ മുസ്ലിം ലീഗ് മന്ത്രിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുമെന്ന് ഉള്ളി സുരേന്ദ്രൻ. ഉള്ളിസുരം മണ്ടനാണെന്നറിയാത്തത് ഉള്ളിസുരക്കും കുറെ സഖാക്കൾക്കും മാത്രമാണ്. ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത കുറെ സഖാക്കളാണ് അവന്റെ ആ മണ്ടത്തരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഖാക്കളെ, പണ്ടൊക്കെ എത്ര വലിയ സത്യവും വിശ്വസിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞാലെങ്കിലും മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ദൈവം പിണറായി വിജയൻ പറഞ്ഞതുപോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഈ അമ്പേ പരാജയം നിങ്ങളുടെ തലച്ചോറിന് ക്ഷതമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. സഖാക്കളെ, നിങ്ങളുടെ രാഷ്ട്രീയ ദൈവം പിണറായി വിജയനും ശിവൻകുട്ടിയും നിങ്ങളുടെ ഒടുക്കത്തെ പരന്ന വായനക്കാരൻ സത്യാനന്ദനും ഒക്കെ പറയുന്നു ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളത്. അവർ പറയുന്നതും പോകട്ടെ, അത് മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് അയച്ചു എന്ന് പറയുന്ന ഒരു കത്താണല്ലോ നിങ്ങൾ തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഉള്ളിസുര പറയുന്ന ലീഗ് മന്ത്രിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കും എന്നുള്ളതാണെങ്കിൽ മരവിപ്പിക്കാൻ കത്തയച്ചു എന്ന് പറയുന്ന കത്ത് നിങ്ങൾ എന്തിനാണ് ഷെയർ ചെയ്യുന്നത്? ഇനി മരവിപ്പിക്കാൻ കത്തയച്ചു എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഉള്ളിസുര പറയുന്ന ഒപ്പിടിക്കും എന്ന് പറയുന്ന വീഡിയോ എന്തിനാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്? ശരിക്കും നിങ്ങൾക്ക് അന്തമില്ലാത്തത് കൊണ്ടാണോ, അതോ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അന്തമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണോ? ഒന്നും മനസ്സിലാകുന്നില്ല. പൊന്നു സഖാക്കളെ, ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ശിവൻകുട്ടിയും പിണറായിയും എല്ലാം പറയുന്നു പണം കിട്ടാൻ വേണ്ടി ഒപ്പിട്ടു എന്ന്. 200 കോടിയിലധികം രൂപ അനുവദിച്ചുവെന്നും അതിൽ 93 കോടിയോളം രൂപ കൈപ്പറ്റിയെന്നും അവർ തന്നെ പറയുന്നു. കൈപ്പറ്റിയ തുക SSK ആണെങ്കിലും KRSSന് വേണ്ടിയാണെങ്കിലും അത് കിട്ടാൻ വേണ്ടി PM ശ്രീയിലാണ് ഒപ്പിട്ടത് എന്ന് പിണറായിയും ശിവൻകുട്ടിയും എല്ലാം പറയുന്നുണ്ടല്ലോ. ശിവൻകുട്ടിയെ പറയാൻ പറ്റില്ല. അയാൾക്കത് എന്താണെന്ന് പോലും അറിയില്ല, എന്തിനാണെന്നും അറിയില്ല. ബക്കറ്റിൽ പണം വീണിട്ടുണ്ട് എന്ന് മാത്രം അയാൾക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം മന്ത്രിസഭയിലെ സഹമന്ത്രിമാർ പോലും അറിയാതെ കള്ളനെ പോലെ പോയി ഒപ്പിട്ട് എന്ത് പേരിലായാലും പണവും വാങ്ങിപ്പോകുന്നത് കൈയോടെ പിടികൂടിയപ്പോഴാണ് കേന്ദ്രത്തിന് കത്തയച്ചത്. അതും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് പോലെ അത് റദ്ദാക്കാനല്ല, താൽക്കാലികമായി മരവിപ്പിക്കാൻ. ആ താൽക്കാലികം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ തന്നെ സൈബർ അന്തങ്ങൾ ഉണ്ടാക്കി വെച്ച അനേകായിരം ഫേക്ക് പ്രൊഫൈലുകളുടെ തള്ളൽ കണ്ട് നിങ്ങളുടെ നേതാക്കൾ കരുതി തെറ്റിദ്ധരിച്ചു പിണറായി തേർഡ് വരും എന്ന്. അങ്ങനെ വന്നാൽ ആ കരാറുമായി മുന്നോട്ട് പോവാമെന്ന്. പിണറായി തേർഡ് വരുമെന്ന് നിങ്ങളും നിങ്ങളുടെ നേതാക്കളും ഉറച്ച് വിശ്വസിച്ച് വീണ്ടും വീണ്ടും കടം വാങ്ങിവെച്ച ഖജനാവിലെ പണം എടുത്ത് ചിലവാക്കി ആ മോന്ത മാത്രം പരസ്യം ചെയ്യുമ്പോൾ അതൊക്കെ വെറും തേർഡ് റേറ്റ് പരിപാടിയാണ് എന്നത് പൊതുജനം വിലയിരുത്തുന്നതായിരുന്നു ഗ്രൗണ്ട് റിയാലിറ്റി. ജനം അങ്ങനെ തന്നെ വിലയിരുത്തി, അതിനനുസരിച്ച് വിധി എഴുതി. പിണറായി തേർഡിനെ കേരളക്കര അറബിക്കടലിലെറിഞ്ഞു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെയൊക്കെ വാളിൽ പിണറായി തേർഡിന്റെ അഭിമാന പദ്ധതിയായി PM ശ്രീ വന്നേനെ. സുരേന്ദ്രന്റെ അഭിനന്ദന പോസ്റ്റുകൾ നിങ്ങൾ തന്നെ ഷെയർ ചെയ്തേനെ. പിണറായി വിജയന്റെ രാഷ്ട്രീയ കൗപീനങ്ങൾ അഭിലാഷം മൊട്ടയും മരം കട്ട കോട്ടിട്ട പൊട്ടനും അടക്കമുള്ളവർ കിടന്ന് കാറുന്നത് ഇടതുപക്ഷത്തിന് തെറ്റുപറ്റി അവരെ തെറ്റ് മനസ്സിലാക്കി അത് നിർത്തലാക്കാൻ കത്തയച്ചു എന്നാണ്. ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷത്തിന് തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റിയത് പിണറായി വിജയനാണ്. 6 മാസം സമയം കിട്ടിയിട്ട് പിണറായി വിജയൻ ആ തെറ്റ് തിരുത്തിയോ? തനിക്ക് തെറ്റുപറ്റിയെന്ന് പിണറായി വിജയൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സമ്മതിച്ചോ? പിണറായി വിജയൻ അത് തെറ്റിപ്പോയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അയാളുടെ ധാർഷ്ട്യം അതിന് സമ്മതിക്കില്ല. പിണറായി വിജയന്റെ തെറ്റ് ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ടുന്ന ഗതികേടിലായി പോയതാണ്. അവർ തൽക്കാലം ഒന്ന് നിർത്തിത്തരാൻ കേന്ദ്രത്തിന് കത്തയച്ചു. വെറും പറ്റിപ്പ്. റദ്ദാക്കാനുള്ള കത്തല്ല, തൽക്കാലത്തേക്ക് മരവിപ്പിക്കാനുള്ള കത്താണ് കൊടുത്തത്. പഠിക്കാനെന്നും പറഞ്ഞ് കണ്ണിൽ പൊടിയിടാൻ ഒരു സമിതിയും രൂപീകരിച്ചു. ആത്മാർത്ഥതയുടെ ഒരു കണിക അതിലുണ്ടെങ്കിൽ ഒരു തവണ ആ സമിതി ഒന്ന് യോഗം കൂടണ്ടേ? 6 മാസത്തോളം ആ സമിതിയുമായി നടന്നിട്ട് അത് റദ്ദാക്കാനുള്ള നടപടികൾക്ക് തുടക്കമെങ്കിലും കുറിക്കണ്ടേ? അതിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരാൻ കഴിയുമായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെങ്കിലും CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെങ്കിലും അത് റദ്ദാക്കണ്ടേ? പിണറായി വിജയൻ ചെയ്തില്ല, ചെയ്യില്ല. കാരണം കഴുത്തിൽ കുരുക്കിയ കയർ കൂടുതൽ കുരുക്കണോ ഊരണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും കേന്ദ്രത്തിന് കൊടുത്തിട്ടാണ് 93 കോടി രൂപയുമായി പിണറായി വിജയൻ ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. 200 കോടി രൂപ മാർച്ചിലും മെയ് മാസത്തിലുമായി തരാം എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒപ്പിട്ടുകൊടുത്ത പിണറായി വീണ്ടും അധികാരം കിട്ടിയിരുന്നെങ്കിൽ ബാക്കി 1000ഓളം കോടി രൂപ വരുന്ന ഫണ്ടിനു വേണ്ടി ഇനിയും എന്തൊക്കെ ചെയ്തു കൊടുത്തേനെ. സഖാക്കളെ, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പിണറായിസം എന്ന വിഷം നിങ്ങളിലെ കമ്മ്യൂണിസത്തെ ദ്രവിപ്പിച്ചിരിക്കുന്നു.
അതുകൊണ്ടാണ് ആരോടും പറയാതെ ഒരിടത്തും ചർച്ച ചെയ്യാതെ പിണറായി ഒപ്പിട്ട് പോന്നതിനെ പിണറായി വിജയൻ തള്ളി പറയാതിരുന്നിട്ടും പിണറായിക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ എടുത്തു വെക്കേണ്ടി വരുന്നത്. പിണറായി വിജയൻ അത് സംഘി അജണ്ടയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ VD സതീശനും KM ഷാജിയും പറയുന്നു അത് സംഘി അജണ്ടയാണ്. അത് അങ്ങനെയങ്ങ് കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന്. തനിക്ക് തെറ്റുപറ്റി എന്ന് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ലാത്ത പിണറായി വിജയന് താൻ പോയി ഒപ്പിട്ടതല്ല പ്രശ്നം. ഭരണം കിട്ടിയാൽ അതെടുത്ത് കടലിൽ എറിയുമെന്ന് അതിനെതിരെ ഷാജി സാഹിബ് പ്രസംഗിച്ചതാണ് പ്രശ്നം. ഷാജിയെക്കാളും സതീശനെക്കാളും അയാൾക്കറിയാം അത്ര പെട്ടെന്നൊന്നും അതെടുത്ത് കടലിൽ എറിയാൻ കഴിയില്ല എന്ന്. കാരണം ഒപ്പിട്ടത് അയാളാണ്. അയാൾ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് സഖാക്കളെ. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് പിന്മാറാനല്ല, താൽക്കാലികമായി മരവിപ്പിക്കാനാണ് പിണറായി സർക്കാർ കത്ത് കൊടുത്തത് എന്ന്. അത് സംഘി അജണ്ടയാണ് എന്ന് പിണറായി വിജയൻ എവിടെയും പറഞ്ഞിട്ടില്ല. താൻ ഒപ്പിട്ടത് തെറ്റായി പോയതുകൊണ്ട് അത് റദ്ദാക്കാൻ കത്ത് കൊടുത്തു എന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. ഇനി അതിൽ നിന്ന് ഊരിപ്പോരാൻ വല്ല വഴിയും ഉണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾ കുറച്ച് സാവകാശം കൊടുക്കൂ. ഒപ്പിട്ട് കാശും വാങ്ങി കെണിയിൽ ചാടിയവർക്ക് നിങ്ങൾ 6 മാസം കൊടുത്തില്ലേ? കെണിയിൽ നിന്ന് രക്ഷപ്പെടാനും കുറച്ച് സമയം നൽകാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണ്ടേ? നിങ്ങളുടെ നേതാക്കൾ ഒപ്പിട്ട് പോന്ന അതേപടി അത് നടപ്പാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ഒപ്പിട്ട കാലത്ത് നിങ്ങൾ ചത്തതുപോലെ കിടന്നതുപോലെ ഞങ്ങൾ കിടക്കില്ല. ഞങ്ങളുടെ കുട്ടികൾ, UDFന്റെ മക്കൾ നിങ്ങൾക്ക് ഒപ്പമല്ല, നിങ്ങൾക്ക് മുമ്പിൽ സമരരംഗത്തുണ്ടാവും. അവർക്ക് ശക്തി പകർന്നുകൊണ്ട് ഞങ്ങളും അവർക്കൊപ്പമുണ്ടാവും.